ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മൾ സൈക്കോളജിയുടെ 8ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിക്കാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ പഠിക്കാൻ തുടങ്ങുക. ഇനി കേട്ടറ്റിന് കുറച്ച് ദിവസം കൂടിയുള്ളൂ. കേട്ടറ്റ് എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് സൈക്കോളജി മുഴുവൻ ഭാഗങ്ങളും പഠിച്ചു തീർക്കണം. അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ ഇതൊരു റിവിഷൻ പോലെ ചെയ്യാം. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് മാത്രം കണ്ടാൽ മതി. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരു 27-28 മാർക്കൊക്കെ നന്നായിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്ര സമീപനങ്ങൾ അഥവാ അപ്രോച്ചസ് ടു സൈക്കോളജി. മനഃശാസ്ത്ര സമീപനങ്ങൾ ഏതൊക്കെ സമീപനങ്ങളാണുള്ളതെന്ന് നോക്കാം. വ്യാവഹാരിക സമീപനം, ബിഹേവിയറൽ അപ്രോച്ച്. എന്താണ് ബിഹേവിയറൽ അപ്രോച്ച്? നിരീക്ഷിക്കാവുന്ന വ്യവഹാരങ്ങളെക്കുറിച്ചാണ് മനഃശാസ്ത്രം ചർച്ച ചെയ്യേണ്ടതെന്ന് വ്യക്തമാക്കി. നിരീക്ഷിക്കാവുന്ന വ്യവഹാരങ്ങളെക്കുറിച്ചാണ് മനഃശാസ്ത്രം ചർച്ച ചെയ്യേണ്ടതെന്നാണ് വ്യാവഹാരിക സമീപനം വ്യക്തമാക്കിയത്. അടുത്ത സമീപനം ഏതാണെന്ന് നോക്കാം. വൈജ്ഞാനിക സമീപനം അഥവാ കോഗ്നിറ്റീവ് അപ്രോച്ച്. എന്താണ് വൈജ്ഞാനിക സമീപനം? അടുത്തത് മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ച്. എന്താണ് മനോവിശ്ലേഷണ സമീപനം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലായിരുന്നോ? മനോവിശ്ലേഷണ സിദ്ധാന്തം, മാനസിക അപഗ്രഥനം നമ്മൾ പഠിച്ചതല്ലേ. മാനസിക അപഗ്രഥനം ആരായിരുന്നു? സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോൾ മനോവിശ്ലേഷണ സമീപനം ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്ത മനഃശാസ്ത്ര സമീപനമാണ് ന്യൂറോ ബയോളജിക്കൽ സമീപനം. ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച്, അതായത് ന്യൂറോ ബയോളജിക്കൽ സമീപനം. നെക്സ്റ്റ് മാനവിക സമീപനം, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. നമ്മൾ ഇന്നലെ പഠിച്ചില്ലായിരുന്നോ? മാനവികതാവാദം പഠിച്ചില്ലായിരുന്നോ? അപ്പോൾ മാനവിക സമീപനം. മാനവികതാവാദം ആരൊക്കെയായിരുന്നു? കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ. അതുപോലെ തന്നെ മാനവിക സമീപനം കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഗ്ലേസർ, കോംസ്. ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു മനോസാമൂഹിക ജീവിയാണ് മനുഷ്യന്, അല്ലേ? അതാണ് മാനവിക സമീപനം. ആരൊക്കെയായിരുന്നു? കാൾ റോജേഴ്സ്, എബ്രഹാം മാസ്ലോ, ഗ്ലേസർ, കോംസ്. നെക്സ്റ്റ് പ്രരൂപ സമീപനം അഥവാ ടൈപ്പ് അപ്രോച്ച്. പ്രരൂപ സമീപനം മറ്റൊരു പേരാണ് ഇന സമീപനം എന്നും പ്രരൂപ സമീപനത്തെ പറയും. ശരീരസ്രവങ്ങളുടെയും ശാരീരിക ഘടനയുടെയും അടിസ്ഥാനത്തിൽ പ്രരൂപ സമീപനത്തെ മൂന്ന് പേരായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഹൈപ്പോക്രാറ്റീസ്, ഷെൽഡൺ, ക്രഷ്മർ. ശരീരസ്രവങ്ങളുടെയും ശാരീരിക ഘടനയുടെയും അടിസ്ഥാനത്തിലാണ് ഹൈപ്പോക്രാറ്റീസ്, ഷെൽഡൺ, ക്രഷ്മർ എന്നിങ്ങനെ മൂന്ന് പേരായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഹൈപ്പോക്രാറ്റീസ് ശരീരദ്രവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം. രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം എന്നിങ്ങനെ ശരീരദ്രവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈപ്പോക്രാറ്റീസ്. എന്നാൽ ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഷെൽഡനും ക്രഷ്മറും. ഷെൽഡൻ എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്. എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്. ഷെൽഡൻ ശാരീരിക പ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ശരീരപ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷെൽഡൻ എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്. അതായത് ഉയരം കുറഞ്ഞത്, തടി കൂടിയത്,
ഉയരം കുറഞ്ഞത്, തടി കുറഞ്ഞത്, അങ്ങനെ ശരീരപ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിഷ്മർ ആണെങ്കിലോ എസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. എസ്തനിക് എന്ന് പറഞ്ഞാൽ കൃഷഗാത്രൻ, അത്ലറ്റിക് ദൃഢഗാത്രൻ, പിക്നിക് ഗോളഗാത്രൻ. ഇതൊന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പോയാൽ മതി. ഈ ഭാഗമൊന്നും അത്ര ഇമ്പോർട്ടൻസ് ഉള്ളതല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ. ക്രിഷ്മർ ആണെങ്കിൽ ശരീരപ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉയരം കുറഞ്ഞത്, തടി കൂടിയത്, തടി കുറഞ്ഞത്, അങ്ങനെ ശരീരപ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. അപ്പോൾ പ്രരൂപ സമീപനം ഒന്നും കൂടെ പറയാം. ടൈപ്പ് അപ്രോച്ച് ശരീരസ്രവങ്ങളുടെയും ശാരീരിക ഘടനയുടെയും അടിസ്ഥാനത്തിൽ ഹൈപ്പോക്രാറ്റീസ്, ഷെൽഡൻ, ക്രിഷ്മർ എന്നിവരാണ് വക്താക്കൾ. ഹൈപ്പോക്രാറ്റീസ് ആണെങ്കിൽ ശരീരദ്രവം, അതായത് രക്തം, മഞ്ഞപ്പിത്തരസം, ശ്ലേഷ്മം, കറുത്ത പിത്തരസം. ഷെൽഡൻ ആണെങ്കിലോ എൻഡോമോർഫിക്, മീസോമോർഫിക്, എക്ടോമോർഫിക്. ക്രിഷ്മർ എസ്തനിക്, അത്ലറ്റിക്, പിക്നിക്. അതായത് ഷെൽഡനും ക്രിഷ്മറും ശരീരപ്രകൃതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ശാരീരിക ഘടനയുടെ അടിസ്ഥാനത്തിൽ. ഹൈപ്പോക്രാറ്റീസ്, ഷെൽഡൻ, ക്രിഷ്മർ എന്നിവരാണ് പ്രരൂപ സമീപനത്തിൻ്റെ വക്താക്കൾ. അടുത്തതായിട്ട് ഒരു സമീപനം കൂടിയുണ്ട്, സവിശേഷക സമീപനം അഥവാ ട്രയറ്റ് അപ്രോച്ച്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പം നമ്മൾ ഇന്ന് പഠിച്ച മനഃശാസ്ത്ര സമീപനങ്ങൾ ഏതൊക്കെയായിരുന്നു? വ്യവഹാരിക സമീപനം, വൈജ്ഞാനിക സമീപനം, മനോവിശ്ലേഷണ സമീപനം, ന്യൂറോ ബയോളജിക്കൽ സമീപനം, മാനവിക സമീപനം, പ്രരൂപ സമീപനം, സവിശേഷക സമീപനം. സവിശേഷക സമീപനം നമുക്ക് നാളെ എടുക്കാം. വ്യവഹാരിക സമീപനം ബിഹേവിയറൽ അപ്രോച്ച്, വൈജ്ഞാനിക സമീപനം കോഗ്നിറ്റീവ് അപ്രോച്ച്, മനോവിശ്ലേഷണ സമീപനം സൈക്കോ അനാലിസിസ് അപ്രോച്ച്, ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച്, മാനവിക സമീപനം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, പ്രരൂപ സമീപനം ടൈപ്പ് അപ്രോച്ച്. അതിന് ഇന എന്നുകൂടെ പറയും. അടുത്തത് സവിശേഷക സമീപനം ട്രയറ്റ് അപ്രോച്ച്. ഇത് നിങ്ങൾ ജസ്റ്റ് കേട്ട് പോയാൽ മതി. അതിൽ പ്രരൂപ സമീപനം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം. ബാക്കി അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് സവിശേഷക സമീപനമാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. സവിശേഷക സമീപനത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട്. അപ്പോൾ ആ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നുമില്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന്